വെൽക്കം ടു ഗോകുൽ വണ്ടർലാൻഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ആയിട്ടാണ്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നല്ല, ചെറിയൊരു ഇന്റർവ്യൂ ആണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ. ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ശ്രീ പിള്ളാടി കുമാരേട്ടൻ, നമ്മുടെ നാടിന്റെ എന്നറിയപ്പെടുന്ന പിള്ളാടി കുമാരേട്ടനാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കുമാരേട്ടൻ, പിള്ളാടി കുമാരേട്ടൻ ഇങ്ങോട്ട് ക്ഷണിക്കാം. വിശേഷം എന്തൊക്കെയാണ് ഗോകുല വിശേഷം? എന്ത് ഇങ്ങനെ കൊറോണ ഇല്ല? കൊറോണ ഏകദേശം നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയ ഒരു 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 ചെറിയൊരു ആശ്വാസം നമുക്കുണ്ടല്ലോ, ഇല്ലേ? കൂടുതൽ ഷിഗല്ല ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ പിന്നെ എന്നെ പോലുള്ള പ്രായമുള്ള ആൾക്കാർ, ചെറിയ കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഭക്ഷണത്തിൽ കൂടിയാണ് അത് വ്യാപിക്കുന്നതെന്ന് ഇവർ ആരോഗ്യ പ്രവർത്തകർ പറയപ്പെടുന്നത് ആയിരിക്കാം. പക്ഷെ നമുക്കും ആ കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയല്ലേ ഗോകുലി മനസ്സിലാക്കിയ? അങ്ങനെയല്ലേ? ഓക്കെ. എന്താണ് കുമാരൊക്കെ, നമുക്ക് ഇന്റർവ്യൂവിലേക്ക് കടക്കാം. നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഗോകുലിന് എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത്? കുമാരേട്ടാ, നിങ്ങളുടെ നാടിന്റെ കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എന്താ ഗോകുലെ പറയുന്നത്? എന്നോട് അറിയാവുന്ന ഗോകുലിന് കുറച്ചൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കലയെ സംബന്ധിച്ച് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും കലയിൽ വെറും LKG-കാരൻ മാത്രമാണ്. ജനങ്ങള് കലാകാരനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇന്നും വെറും LKG തന്നെയാണ് കലയുടെ കാര്യത്തിലുള്ളത്. ഇത്രയും പ്രായത്തിൽ അതാണ് ആശാകാരനെന്ന് വിളിക്കുന്നത്. ആദ്യകാലം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളുകളിൽ വെച്ചാണ് UP ഹൈസ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കലയിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ കുടുംബത്തിലാരും കലാകാരനായി ആരും ഇല്ല. ഞാൻ എങ്ങനെയാണ് ഈ കലയിൽ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിലും ഒരു കാര്യം എനിക്കറിയാം, സ്കൂളുകളിൽ വെച്ചാണ് ഞാൻ കലയുമായി ബന്ധപ്പെടുന്നത്. അധ്യാപകരാണ് എന്നെ ഒരു കലാകാരനായി മാറ്റിയത്. സത്യം പറയാനാണ് എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ബാലപാഠം എന്തൊക്കെയാണ്. പക്ഷേ അധ്യാപകരാണ്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ള ഇരിങ്ങന്നൂർ ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പൂർത്തിയാക്കിയത്. അവിടെയുള്ള ശ്രീ കുനിയൽ കുഞ്ഞപ്പ നമ്പ്യാർ എന്ന് പറയുന്ന അധ്യാപകനാണ് എന്നെ ശരിയായിട്ട് നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ ഗോകുലെ? കുനിയൽ കുഞ്ഞപ്പ നമ്പ്യാർ മാസ്റ്റർ ഗോകുലിന് അറിയാവോ? അറിയാം. അയാളാണ് ഈ നാടകത്തില് യൂട്യൂബ് ചാനൽ ആൾക്കും അറിയണം, അല്ലേ? അങ്ങനെയാണ് ഞാൻ നാടക രംഗത്തേക്ക് വരുന്നത്. ആ നാടക രംഗത്തേക്ക് സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ എൻ്റെ ഗുരുനാഥനും ആരാധ്യനുമായ ശ്രീ വെള്ളൂർ P. രാഘവൻ, അദ്ദേഹം ഇന്ന് നമ്മോടില്ല, ഒപ്പമില്ല, പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ വെള്ളൂർ P.യോടുകൂടി നമ്മുടെ നാട്ടിലും പുറം നാട് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ, മൈസൂർ, കോയമ്പത്തൂർ
അതൊന്നും പോയി. ആ അവിടെയൊക്കെ ഞാൻ വെള്ളൂർപ്പിയായിട്ട് കൂട്ടായിട്ട് ഞാനും വെള്ളൂർപ്പിയും ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ 1000കണക്കിന് സ്റ്റേജുകൾ ഓർമ്മയിലെ പലതും നാട്ടിലെല്ലാം പോയിട്ട് അഭിനയിക്കുന്ന പറഞ്ഞ് അത് അപ്പൊ ഏത് ഭാഷയില്ലാന്ന് അത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ബാംഗ്ലൂര് മൈസൂര് കോയമ്പത്തൂര് മംഗലാപുരം ഇതൊക്കെ മലയാളി സമാജങ്ങൾ അവിടെയുള്ള ഏറ്റവും വലിയ വലിയ മലയാളി സമാജങ്ങളാണ് വെള്ളൂർപ്പേലിയും സംഘത്തെയും. സംഘം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് സംഘം. ഏകനാണ് ഞാനും വെള്ളൂർപ്പേയും മാത്രമാണ്. അതിൽ കൂട്ടായിട്ട് മറ്റാരും അന്ന് ഉണ്ടായിരുന്നില്ല പുറത്ത് പോകുമ്പോൾ. അപ്പം മലയാളി സമാജം വിളിക്കുന്നതുകൊണ്ട് നമ്മുടെ പരിപാടി ശ്രദ്ധിക്കാനും കാണാനും വേണ്ടിയിട്ട് വരുന്നത് മിക്കവാറും ആരായിരിക്കും? മലയാളികളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഭാഷ നമുക്ക് അറിയില്ല, എനിക്കറിയില്ല, വെള്ളൂർപ്പിക്കും അറിയില്ല. അപ്പൊ ഈ സ്കൂളിൽ നിന്നാണ് കഥ കിട്ടിയെന്ന വാക്ക്. സ്കൂളിൽ നിന്നാണ് കഥന്റെ ആദ്യം ബാലപാഠം അപ്പൊ ആദ്യമായിട്ട് എന്താണ് അഭിനയിച്ച ഓർമ്മയുണ്ട്. ഗോകുലെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ശ്രീ ഒരിയിൽ കുഞ്ഞപ്പ അമ്പ്യാർ മാസ്റ്റർ എഴുതിയ അശോകന്റെ പശ്ചാത്താപം എന്ന ഒരു നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. 90 വയസ്സുള്ള അന്ന് ഞാൻ 9ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. 90 വയസ്സുള്ള ഒരു കുട്ടിയുടെ അശോകൻ ആകെ ഒരു യുദ്ധം ചെയ്തിട്ടുള്ളൂ, കലിംഗ യുദ്ധം. അത് ആദ്യത്തേതും അവസാനത്തേതുമാണ് ആ അശോക ചക്രവർത്തിന്റെ ഒരൊറ്റ യുദ്ധം. ആ യുദ്ധത്തിൽ ഒരുപാട് അശോക ചക്രവർത്തിന്റെ പ്രജകൾ ഒരുപാട് എന്തായിപ്പോയിരിക്കുന്നത്, മരിച്ചു പോയിരിക്കുന്നു. അതിൽ സ്വന്തം മകനും നശിച്ചുപോയ ആ മകന്റെ മകളും ഈ പറഞ്ഞ 90 വയസ്സുള്ള ഈ മനുഷ്യനായ ഞാനും ഒരു കഥാപാത്രമായി അഭിനയിക്കും, സ്കൂളിൽ അഭിനയിക്കും. ആ നാടകത്തിന് അന്ന് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അഭിനയിച്ച് 90 വയസ്സുള്ള ഈ മനുഷ്യനെയും ജനം സ്കൂളിലെ ആൾക്കാരും ജനങ്ങളും അത് അംഗീകരിക്കാൻ ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കലയിലേക്ക് വരാൻ താല്പര്യം എനിക്കുണ്ടായത്. അതെ, അതാണ് നാടകം. അനുഭവം ഒരുപാടാണ്. പഴയ കാലത്തുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചത്. അതായത് അതിനുശേഷം ഞാൻ നാട്ടിൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ ഒരുപാട് സ്റ്റേജുകളിൽ, ഏകദേശം എൻ്റെ ഓർമ്മയിൽ എനിക്കിപ്പോ 72 വയസ്സായി. അപ്പോ എൻ്റെ ഓർമ്മയിൽ ഉള്ള കുറെ ഒരു 40ഓളം സ്റ്റേജുകളിൽ പ്രൊഫഷണൽ നാടകത്തിൽ എനിങ്ങനെ ഉണ്ടായിട്ടില്ല. അമേരിക്കൻ നാടകത്തിൽ നാട്ടിൻ്റെ നാനാ ഭാഗത്തും 40ഓളം നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലുശ്ശേരി സരസുണ്ട്, ഇരിങ്ങൽ അന്തരിച്ചു പോയ ഇരിങ്ങൽ നാരായണിയർത്തിയുണ്ട്, പിന്നെ കണ്ണൂർ ജോയിസി ജോസ് ഉണ്ട്. ഇങ്ങനെ നാട്ടിലെ ഒരുപാട് നടിമാരോടുകൂടി അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായി പോകില്ലേ. അത് ഞാൻ ഇന്നും എന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഇല്ല. സിനിമയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരവും ശ്രദ്ധിച്ചിട്ടില്ല. പ്രത്യേകിച്ചിട്ട് ഇല്ല, തീരെ ശ്രമിച്ചു നോക്കിയിട്ടില്ല. കാരണം എന്റെ സാമ്പത്തിക നിലപാട്, എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക നിലപാട് ഏറ്റവും പരിതാപകരമാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള ആകർഷണമായിട്ട് അങ്ങോട്ടേക്ക് പോയാൽ എനിക്ക് എൻ്റെ ജോലി ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും വളർത്താനുള്ള ഒരു പ്രാപ്തിയൊന്നും എനിക്കില്ല. ഞാൻ ആദ്യമേ ഗോകുലെ പറഞ്ഞല്ലോ, ഞാൻ വെറും LKG-കാരനാണ് കലയിൽ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു ചാൻസും അതും ഇതൊന്നും നോക്കിയില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. കാരണം എൻ്റെ ബോഡിയും എൻ്റെ ശരീരവും മറ്റേ പ്രായമൊന്നും അതിനല്ല അനുവദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതാണ്. പിന്നെ സ്കൂൾ ജീവിതത്തിൽ പ്രണയം സ്കൂൾ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിട്ട് പ്രണയിക്കാനുള്ള, അതായത് സ്നേഹമല്ലാതെ സ്നേഹവും പ്രണയവും രണ്ടും രണ്ടാണ് അല്ലേ? സ്നേഹം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, പക്ഷേ പ്രണയം മറ്റൊന്നാണ്. ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളൂ. അപ്പോ ആ കാലത്ത് പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗന്ദര്യം ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് പ്രണയിച്ചിട്ടില്ല, ആരെയും പ്രണയിച്ചിട്ടില്ല. അതാ സ്ഥിതി, പ്രണയത്തിന്റെ കാര്യത്തിൽ അതാ സ്ഥിതി. പ്രണയം ഒരു പെണ്ണിനോട് മാത്രമല്ല, അയാൾ പ്രണയം പ്രേമം സത്യത്തിൽ എനിക്ക് കലയോടായിരുന്നു പ്രേമം. അതൊരു പ്രേമം. അതെ. അപ്പോ എനിക്കൊരു ഓർമ്മ വരുന്നത്, മുമ്പ് വളരെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ചെറിയ ക്ലാസ്സിൽ നിന്ന് ഒരു 6-7 ക്ലാസ്സിൽ, അപ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, പ്രണയവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഒരു കുട്ടി പറയാം, സാറിന്റെ മോളോട് തോന്നുന്നതാണ് സ്നേഹം, സാറിന്റെ മകൾക്ക് എന്നോട് തോന്നുന്നതാണ് പ്രണയം. അപ്പൊ അത്രയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആ കുട്ടിക്ക് അത്രയും പ്രണയത്തെപ്പറ്റി സ്നേഹത്തെപ്പറ്റി ധാരണയുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതൊന്നും ഇല്ല. അതാണ് കല്യാണം എന്റേത് ഒരു പ്രണയ വിവാഹമൊന്നുമില്ല, ഒക്കെ ഒരു അറേഞ്ച്ഡ് മാരീഡാണ്. ചെറിയ പ്രായത്തിലാണ് എന്റെ കല്യാണം നടന്നത്. ഏകദേശം ഒരു 28 വയസ്സിൽ എന്റെ കല്യാണം നടന്നു. അതെന്താ, തീർച്ചയായിട്ടും ചെറിയ പ്രായമാണ്. കാരണം ഒരു തൊഴിലോ കാര്യമോ ഒന്നും ഇല്ലാത്ത സമയത്ത് വെറും ഒരു കലാകാരനായിട്ട്, ഇങ്ങനെ കളിക്കാരനായിട്ട്, കലാകാരൻ എന്ന് പറയല്ല, കുറച്ചും കൂടി നല്ല എനിക്ക് അങ്ങനെ പറയാനോ, ഒരു കളിക്കാരന് ഗോകുലെ അന്നൊന്നും ഏഴുന്നും ഒരു പെണ്ണിനെ കിട്ടില്ല. ഇപ്പൊ കുടുംബജീവിതം എന്ന് പറഞ്ഞാല് ഞാനും എന്റെ ഭാര്യയും എന്റെ 2 മക്കളും, അവരുടെ ഭാര്യമാര് 2 പേര്, അവരുടെ കുട്ടികള്. അപ്പൊ മൂത്ത മകന് 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇളയ മകന് ഒരു ആൺകുട്ടി മാത്രം. എല്ലാവരും കൂടി 9 പേര് ചെറിയൊരു വീട്ടില് വീർപ്പ് മുട്ടിക്കൊണ്ടാണ് കഴിയുന്നത്. അപ്പോൾ അതിപ്പോ ഇനിയിപ്പോ മൂത്ത മകൻ ഒരു വീടൊക്കെ പണിയുന്നുണ്ട്, അതിലൊക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാന്ന്, ഏകദേശം കഴിയാറായി. അപ്പോൾ അവര് കൂടി പോയാൽ കൂടുതൽ വീർപ്പ് മുട്ടണ്ട. എന്റെ വീട്ടില് റേഷനൊക്കെ പോയാൽ കൊണ്ടുവരുന്ന കണ്ടാൽ വിചാരിക്കും ഇതെന്തൊരു കൊണ്ടുവന്നൊന്നും. വലിയ ചാക്കിലരി 9 പേരില്ലേ, അപ്പോ ഒരുപാട് അരിയും മറ്റുള്ള സാധനമൊക്കെ കിട്ടും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ കലഹോ അല്ലെങ്കിൽ മറ്റ് അസാരസ്യങ്ങളോ അങ്ങനത്തെ യാതൊന്നും ഇതുവരെ ഉണ്ടായില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രം പങ്കിടുക എന്നുള്ളതാണ് എന്റെ മെയിൻ. ഒരു പറയാന്ന് വെച്ചാല്, ഒരു കലാകാരനെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാല്, ആ കലാകാരൻ എപ്പോഴും മാനസികമായിട്ട് ഈ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഇതൊന്നും തോന്നാത്ത ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലോ നാട്ടിലോ
ഇയാൾ കലാപം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു സംഗതിക്കോ ശ്രമിക്കില്ല എന്നാണ് എൻ്റെ അനുഭവം. അതെ. മക്കളുടെ പേര് മക്കള് ഒന്ന് മനോജ് എൻ്റെ പേര് കുമാരൻ പിള്ളാടി എന്നാണല്ലോ. അപ്പോ മനോജ് പിള്ളാടി എന്ന് വിളിക്കും. എൻ്റെ ഭാര്യനെ ലീല പിള്ളാടി എന്ന് വിളിക്കും. എൻ്റെ രണ്ടാമത്തെ മകനെ ഷിജു പിള്ളാടി എന്ന് വിളിക്കും. അപ്പോ ചെറിയ മക്കളെ ഒക്കെ വലുതായി വരുന്നല്ലോ. ഓരോ വലുതായി വന്നാൽ ഓരോ ചിലപ്പം പിള്ളാടി വിളിച്ചെന്ന് വരൂ ജനം. ആ ഇപ്പൊ കളിയായിട്ട് ബന്ധപ്പെട്ട മക്കളൊന്നും കളിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കൂടുതൽ അതേപ്പറ്റി ശ്രദ്ധിച്ചില്ല. മൂത്ത മകനും ഞാനും ഒരു നാടകത്തിൽ ഒന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു, ഭാര്യയും ഭർത്താവുമായിട്ട്. ഞാൻ ഭർത്താവും എൻ്റെ മകൻ മനോജ് ഭാര്യയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ആ ഒരു നാടകത്തിൽ അഭിനയിച്ചിരുന്നു. മറ്റു നാടകങ്ങളിലൊന്നും അവൻ അഭിനയിച്ചിട്ടില്ല. അവനെ സംബന്ധിച്ചിട്ട് മറ്റൊരു പോകാനൊന്നുമുള്ള ചാൻസ് ഇല്ല. മെനക്കേടെ അന്ന് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുള്ള ചെറിയ കുറെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഈ നാടകത്തിലും കലയിലും ഇങ്ങനെ പോവാനും വരാനെല്ലാം കാരണമായത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സ്റ്റേജിൽ അഭിനയിച്ചു? ഞാൻ നാടകത്തില് ഒരു 40 നാടകത്തോളം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളൂർപ്പിയുടെ കൂടെ ഒരു ആയിരക്കണക്കിന് സ്റ്റേജിൽ ആയിരക്കണക്കിന് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഓർമ്മയില്ല പോലെ പ്രായമായില്ലേ. അപ്പോ എത്ര വയസ്സ്? ഇപ്പം വയസ്സ് 72. ഇപ്പൊ ഞാൻ സ്കൂളിൽ ഒഴിവായതിനു ശേഷം ഞാൻ ജോലി ചെയ്തത് പ്രിന്റിംഗ് പ്രസ്സിലാണ്. പ്രിന്റിംഗ് മനസ്സിലായി, അച്ചടി വ്യവസായം. അതിലിങ്ങനെ അക്ഷരങ്ങളിങ്ങനെ ഓരോന്ന് എടുത്തു വെച്ച് അടുക്കി അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഈ അച്ചടി വ്യവസായം പുതിയ മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പം കമ്പ്യൂട്ടറും പിന്നെ അച്ചടി അതൊക്കെ നല്ല മാറ്റം വന്നു. അത് വന്നതിന് ശേഷം ഞാൻ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തില് സ്റ്റേജിൽ ഇപ്പോ പറഞ്ഞ ഈ കലയോടുള്ള ആവേശം ഉണ്ടല്ലോ, അതൊരിക്കലും മാറില്ല. അത് കലയിലേക്ക് പ്രവേശിക്കുമ്പോ ഞാൻ ചെറിയതാണ്, ഒരു 10-17 വയസ്സുള്ള ഒരു ആളായിട്ട് മാറുന്നതാണ്. അതാണ് കലയോടുള്ള എൻ്റെ ഒരു വല്ലാത്ത താല്പര്യം. എല്ലാം മറക്കും. എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തികവും എൻ്റെ സൗന്ദര്യവും ഒക്കെ ഞാൻ മറന്നു പോകും. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നാട്ടിലാണ് ഇത്തരം അനുഭവങ്ങളിലോ കിട്ടാറ് പതിവ്. മറ്റാരും എന്നെ ആരും ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഗോകുലാണ് ഇപ്പോ ആദ്യമായിട്ട് എന്നെ ഇത്തരം കാര്യങ്ങളിൽ കലയെ സംബന്ധിച്ചിട്ടും മറ്റ് കുടുംബപരമായ ചില കാര്യങ്ങളെ പറ്റിയിട്ടും ആദ്യമായിട്ട് ഗോകുലാണ് എന്ന ഒരു ഇന്റർവ്യൂ. ആ ഭാഗ്യോ സത്യത്തിൽ ഗോകുലിന് കിട്ടി. അത് കിട്ടാനുള്ള കാരണം ഗോകുലിന്റെ അച്ഛനും ചെറിയൊരു കലാകാരനാണല്ലോ. അപ്പോ കുമാരേട്ടനൊപ്പം അച്ഛൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, നാടകരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമനെ സ്വതവേ പുളിക്കുഞ്ഞിരാമൻ എന്നാ വിളിക്കുക ഗോകുലിന്റെ അച്ഛനെ. ഈ കുഞ്ഞിരാമൻ പൊളിച്ചിട്ടാണോ? അല്ല, എന്നെ സംബന്ധിച്ച് കുഞ്ഞിരാമൻ മധുരമോ. പക്ഷെ ഇപ്പൊ മധുരോ, ഞാനൊരു പ്രമേഹ രോഗിയും പിന്നെന്ത് പറയാനാ. അപ്പം ഇപ്പം മധുരം തന്നെയാണ് എന്നെ സംബന്ധിച്ച് കുഞ്ഞിരാ. എന്ത് ഞാൻ എന്ത് പറയാനാ ഗോകുലെ? ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അതിലുപരി എന്നെ പറയാ,
സന്തോഷോട് അല്ല ഗൂഗിളിനോട് ഏറ്റവും വലിയ ഒരു 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 എന്താ തോന്നുന്നത് ഞാൻ പറയുക, ആ വാത്സല്യം ഉണ്ടല്ലോ, ആ മക്കളോട് തോന്നുന്ന ആ വാത്സല്യം ഞാൻ എന്നും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാനത് കാത്തു സൂക്ഷിക്കും. ഗോകുലിനെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിൽ ഞാൻ ഗോകുലെ പറ്റിയിട്ട് മനസ്സിലാക്കിയതും ഗോകുലിൻ്റെ ആ സ്ഥിതി മനസ്സിലാക്കിയതും എല്ലാം ഗോകുലല്ലേ നമ്മുടെ മറിമായത്തിലെ പിന്നെ വിനോദ് ഗോപൂരിനെ എനിക്ക് പരിചയപ്പെടുത്തി ഈ ഗോകുലിന്റെ വീട്ടിൽ വെച്ചിട്ട് ഓർമ്മയില്ലേ? അപ്പോ ആ വിനോദ് ഗോപൂരെല്ലായിട്ട് ഒന്ന് ഒരു ഇരുന്ന് ഫോട്ടോ എടുക്കാനും അയാളെ കൈപിടിച്ചൊന്ന് വിൽക്കാനും ഒക്കെ സാധിച്ചിൽ വലിയ സന്തോഷമാണ് എനിക്ക്. അത് ഗോകുല് മുഖാന്തരാണ് എനിക്ക് കിട്ടിയത്. അല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷം. എനക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കഥ എന്താ ഞാൻ എന്ത് കഥയാ ഞാൻ അവതരിപ്പിക്കണ്ടേ? ഞാൻ കൂടുതലും ഈ നാടകത്തിലുള്ള അത് കാഴ്ചവെക്കണല്ലേ. ഞാൻ ഒരു 1-2 പാട്ട് വേണമെങ്കിൽ ഞാൻ പാട്ടരാ, പഴയ പിന്നെ ഹിറ്റ് തമാശ. അപ്പോ ഒരു മാപ്പിളപ്പാട്ട് ഏതായാലും പാടാം. ഒരു മാപ്പിളപ്പാട്ട്. നാദാപുരത്തൊരു ദിനം നല്ല മഴയത്ത് നേരം പോക്കിന് നാരിയൊരുത്തി വന്നെത്തി. ഓട്ടോറിക്ഷയിൽ വന്നെത്തി, കണ്ടവർ പാഞ്ഞെത്തി, വന്നവർ ഒന്നു പറഞ്ഞു ഇതെന്തൊരു മൊഞ്ചത്തി, അല്ലോ ഇതെന്തൊരു വമ്പത്തി. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് ആ ഗാനം, ആ പാട്ട് ഒരു പാരഡിയാണ്. മാപ്പിളപ്പാട്ടിന്റെ ഒരു പേര് നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളൂർപ്പിയുടെ പിന്നെ ഗാനരചനയിൽ ഉള്ള ഒരു പാട്ടാണ്. ഓർമ്മയുള്ളതുകൊണ്ട് ഒന്ന് പാടിയിരുന്നു. പിന്നെ ഒരു പാട്ട് വെള്ളൂർപ്പിയുടെ ഒരു ഹിറ്റ് കഥാപ്രസംഗമുണ്ട്. ഒരുപാട് 2.5 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള ഒരു കഥാപ്രസംഗമുണ്ട്. ചന്തമുക്കിലെ സുന്ദരി. അത് വളരെ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് എപ്പോഴും അത് ഓർമ്മയിലുണ്ടാവും. അതിലുള്ള ഒരു പാട്ടും കൂടി ഞാൻ പാടാം ഗോകുലിന് വേണ്ടിയിട്ട്. അത് ചന്തയിലേക്ക് ജനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ജാതി മത വ്യത്യാസമില്ലാത്ത ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചന്തയിലേക്ക്. അപ്പോൾ അതാ ഒരു മുസ്ലിം കുടുംബം മുതൈന്ന ൂക്കല്ലും തട്ടി അയിൻ്റെളയിന കൈക്ക് പിടിച്ച് മുതോപ്പ മുന്നിൽ നടന്ന് പിന്നിലെളോമ്മ ഐശോമായും ബിയാത്തൂ ചമഞ്ഞ് കഴിഞ്ഞ് ഇതാ പുറപ്പെടുന്നേ. അത് വെള്ളൂർപ്പിയുടെതാ. എനിക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെ. അപ്പൊ എന്റെ ഗോകുലേ, ഇതൊന്നും ഇല്ലാത്ത ഭൂമിയിലുള്ള ഏക മനുഷ്യനായ എന്റെ അടുത്ത് ഇതാ എന്റെ അടുത്തുള്ളൂ. അതെന്തുകൊണ്ടാന്ന് ചോദിക്കും. ഇതൊക്കെ സാമ്പത്തികം വേണ്ടേ ഗോകുലേ? ഞാനൊരു ചെറിയ ജോലിയിൽ ഇപ്പോ ഒരു ഷോപ്പില്, ഒരു മറ്റാളെ ഷോപ്പില് ഒരു ചെറിയ ശമ്പളത്തിന് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സ്വന്തം ജീവിതം കഴിയാൻ വേണ്ടിയിട്ട് വേറെ ആരെടുത്ത് പോയിട്ട് കൈ നീട്ടാനാ. അതുകൊണ്ട് രാവിലെ തന്നെ ആ ഷോപ്പിൽ പോയി, ഒരു സ്പെയർ പാർട്സ് ഷോപ്പാണ്, ഒരു 2 വീലർ 4 വീലർ സാധനം വിൽക്കുന്ന, അതിൻ്റെ പാർട്സുകൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും. അവിടുന്ന് സാധനം എടുത്തു കൊടുക്കും. അങ്ങനെ ചെറിയ നേരിയ ജീവൻ കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ഒരു മനുഷ്യനാണ്. സന്തോഷത്തിൽ. അപ്പൊ ഇമ്മടെ ഈ ഇന്റർവ്യൂ എനിക്ക് യൂട്യൂബിലൊക്കെ എന്റെ ഒരു ചാനലുണ്ട്, ഗൂഗിൾ ഇൻ വണ്ടർലാൻഡ്.
ആയിക്കോട്ടെ. എന്നാ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനാണ് വീഡിയോ. ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പേരറിയാമോ? ചാനലിന്റെ പേര് എന്തെന്നാ? ഗൂഗിൾ ഇൻ വണ്ടർലാൻഡ്. ഗൂഗിൾ ഇൻ വണ്ടർലാൻഡ്, അതാണ് ചാനൽ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു മടിയും ഇല്ലാണ് കുമാരേട്ടൻ എനിക്ക് ഞാൻ വിളിച്ചപ്പോ വന്ന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വേറൊരാളുണ്ട്, ഒരാള് നല്ല ഒരു മൂന്നാളുണ്ട്, മുന്നോട്ട് 3 സുഹൃത്തുക്കളാണ്. അതിനോട് ഒന്ന് പ്രണവ്, എന്റെ ബിഗ് ഹൈ ശിലോണ്, ഒന്ന് ഞാൻ വിചാരിച്ചു. ഇവർക്കൊക്കെ ഇപ്പം ഇവിടെ വന്ന് പോയ അവർക്കൊക്കെ എന്റെ കുമാരേട്ടാ, നമുക്ക് എടുത്തു വരേണ്ട ഒരാളുണ്ട്, ക്യാമറമാനായ പ്രണവ്. പ്രണവിന് ഞാൻ ആദ്യം തന്നെ എന്റെ ആയി പറഞ്ഞിരിക്കുന്നു. പ്രണവ് ടീച്ചർ എക്സാമിന്റെ ഇടക്ക് ആണോ? ഞാൻ വിളിച്ചപ്പോ വന്നതാണ്. അതെ, കുമാരേട്ടാ ഇത്ര എന്റെ അടുത്ത് ചെലവഴിക്കാൻ ഒരുപാട് നന്ദി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന. ബൈ.